എമർജൻസി ആയ സിറ്റുവേഷനിൽ നമുക്ക് വലിയ വിടുതലുകൾ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന. ഈശോയുടെ തിരുരക്തത്തിനായിട്ട് പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന മന്താണല്ലോ ജൂലൈ മാസം. ഈ മാസം ഈ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ആ ഒരു സംരക്ഷണത്തിലൂടെയുള്ള പ്രാർത്ഥനയുടെയും പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകളും അനുഗ്രഹവും സംരക്ഷണവും വിടുതലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്ന് ഈശോയുടെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ രക്തത്തിൽ കഴുകി പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഓർക്കണം. ഈശോയുടെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക, ഈശോയുടെ രക്തത്തിൽ കഴുകി പ്രാർത്ഥിക്കുക, ഈശോയുടെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നു, ഈശോയുടെ രക്തം നമ്മുടെ സകല പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്ന രക്തമാണ്. അതുപോലെ തന്നെ ഈശോയുടെ രക്തം നമുക്ക് രക്ഷ നൽകിയ രക്തമാണ്, പാപമോചനം നൽകുന്ന രക്തമാണ്, ദൈവിക സംരക്ഷണം നൽകുന്ന രക്തമാണ്. ദൈവത്തിൻ്റെ സർവ്വ വിടുതലുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ആ തിരുരക്തത്തിൽ നമ്മൾ ആവരണം ചെയ്യുമ്പോൾ, നമ്മളെ തന്നെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് ഇന്നൊരു അസ്വസ്ഥതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, നിങ്ങളെ തന്നെ ഈശോയുടെ രക്തം കൊണ്ട് മുദ്രയിടുക. നിങ്ങളുടെ ജോലി സ്ഥലത്തെ ഈശോയുടെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക. അത് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. ഒരു വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരിക്കൽ എന്നോടൊരു സഹോദരൻ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ അസ്വസ്ഥമായി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു അവർ നിങ്ങൾക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആ വ്യക്തിയെ ഈശോയുടെ സ്നേഹത്തിലേക്ക് സമർപ്പിച്ച്, കർത്താവെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞാൻ കഴുകി പ്രാർത്ഥിക്കുന്നുവെന്നൊന്ന് പറയുക. എന്നിട്ട് ആ വ്യക്തി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മകനെ അല്ലെങ്കിൽ ആ മകളെ സ്പർശിക്കാനിടയായി തീരുകയും, മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. അതിന് പിന്നെ പ്രവർത്തിക്കുന്ന ആരാ? ദുഷ്ടാരൂപിയാണ്, പിശാചാണ്. ആ ദുഷ്ടാരൂപിയുടെ ബന്ധനം, ആ പൈശാചിക ശക്തി അവരെ വിട്ടുപോകുവാനിടയായി തീരുകയും, അങ്ങനെ സമാധാനം നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുവാനിടയായി തീരുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം കുടുംബത്തിൽ സമാധാനം, ജോലി സ്ഥലത്ത് സമാധാനം, സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനത്തിൽ നമ്മളായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമാധാന അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന എല്ലാ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളും ഈശോയുടെ തിരുരക്തത്തിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മാറിപ്പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ, വ്യക്തികളുണ്ടെങ്കിൽ, മക്കളാകാം, ജീവിത പങ്കാളിയാകാം, മാതാപിതാക്കളാകാം, അവരെ നമ്മൾ വ്യക്തിപരമായി അവർക്കെതിരെ തിരിയുന്നതിന് മുൻപ് കണ്ണുകൾ അടച്ച് അവരെ ഈശോയുടെ തിരുരക്തം കൊണ്ടൊന്ന് മുദ്രയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക, അല്ലെങ്കിൽ കഴുകിയൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക. ആ സമയത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാനിടയായി തീരും. കൊളോസോസ് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ഈ വാക്യം കൂടെ ഉപയോഗിച്ചൊന്ന് പ്രാർത്ഥിക്കണേ. കൊളോസോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. ബൈബിളുള്ളവർ ബൈബിൾ ഒന്ന് എടുക്കാവോ? കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ, ഈശോയിലൂടെ പിതാവാം ദൈവം തന്നോട് അനുരഞ്ജിപ്പിക്കുകയും ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഈ വചനം നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതിയിടാൻ പറ്റുമെങ്കിൽ എഴുതിയിടണം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ജോലി സ്ഥലത്ത്, വീട്ടിൽ സമാധാനത്തോടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സമാധാനത്തോടെ വീട്ടിലൊന്ന് കിടന്നുറങ്ങാൻ, വീട്ടിലെ കുടുംബ ബന്ധുക്കൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ സമാധാന അന്തരീക്ഷത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ, കർത്താവിൻ്റെ മക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ വചനം നോട്ട് ചെയ്യണമേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും ഈശോയിലൂടെ പിതാവാം ദൈവം തന്നോട് അനുരഞ്ജിപ്പിക്കുകയും ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം എങ്ങനെയാണ് സമാധാനം സ്ഥാപിച്ചത്? ഈശോ കുരിശിൽ രക്തം ചിന്തണമായിരുന്നു. എന്തിനാ ഈശോ കുരിശിൽ രക്തം ചിന്തിയെ? സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ശക്തിയുണ്ട്, അതിനൊരു പവറുണ്ട്. അതിൽ വിശ്വസിക്കണം. നമ്മുടെ ബുദ്ധിയുടെ റീസണിങ്ങിൽ പോകരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴി പിതാവാം ദൈവം സമാധാനം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പം ഇന്ന് കുടുംബത്തിൽ അസമാധാനമുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അസ്വസ്ഥതയും വറീസും ഉണ്ടെങ്കിൽ, ഈശോയെ, ആ മേഖലയെ അവിടുത്തെ കുരിശുബലിയോട് ചേർത്ത് ഞാൻ സമർപ്പിക്കുന്നു. അവിടുത്തെ രക്തം കൊണ്ട് ഞാൻ ആ വിഷയത്തെ, ആ മേഖലയെ കഴുകി വിശുദ്ധീകരിച്ചു പ്രാർത്ഥിക്കും. ഇപ്പം അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന പോലെ, ഭയങ്കരമായിട്ട് ആൻസൈറ്റി വരുന്ന പോലെ, ചിലപ്പം
കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എന്നോട് സംസാരിക്കുകയായിരുന്നു. ആൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒത്തിരിയും ക്വാളിഫിക്കേഷനുള്ള ഒത്തിരിയും എന്താ പറയുന്നത് എക്സലൻസി പ്രൂവ് ചെയ്ത ഒത്തിരിയും ക്വാളിഫിക്കേഷൻസ് ഒക്കെ കിട്ടിയ മെഡൽസ് ഒക്കെ കിട്ടിയ ആളാണ്. പക്ഷേ ആൾക്ക് ഈ അടുത്ത ഇടയ്ക്കൊക്കെ ആയിട്ട് പാനിക് അറ്റാക്ക് വരുന്നു, ആൻസൈറ്റി വരുന്നു, എന്തെങ്കിലും സർജറി കാര്യത്തിനൊക്കെ പോകുമ്പോൾ പല അവരുടെ വർക്കിലെ ഓരോ അറ്റ്മോസ്ഫിയറും പ്രഷേഴ്സും ഒക്കെ കാരണം നെർവസ് ബ്രേക്ക് ഡൗൺ, പാനിക് അറ്റാക്ക് പോലെയൊക്കെ വരികയാണ്. അപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ വചനം ഉപയോഗിച്ചൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ ഈശോയുടെ രക്തത്തിൽ നമ്മളെ തന്നെ മുദ്രയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷെ ആ 5 മിനിറ്റിനകത്ത് നമ്മുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ആൻസൈറ്റി ഉള്ളത്, ടെൻഷൻ ഉള്ളത്, വറി ഉള്ളത്, ആ മേഖലയെ ഈശോയുടെ രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ഈശോയുടെ രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ഒരു വ്യക്തിയാണ് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തെങ്കിൽ ആ വ്യക്തിയെ ഈശോയുടെ രക്തം കൊണ്ട് നിങ്ങളെ കഴുകുക. അപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ തന്നെ സ്വയമേ ഈശോയുടെ രക്തം കൊണ്ടൊന്ന് മുദ്രയിടുക. കാരണം ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴിയാണ് സമാധാനം പിതാവാം ദൈവം ഭൂമി മുഴുവനും സ്ഥാപിച്ചിരിക്കുന്നത്. ആ സമാധാനം ആദ്യം നമ്മുടെ ഉള്ളിൽ വേണം, നമ്മുടെ ഉള്ളിലോട്ടാണ് വരേണ്ടത്. അപ്പം തിരുരക്തത്തിൻ്റെ ശക്തി ആദ്യം ആരിലേക്ക് കടന്നു വരേണ്ട നമ്മുടെ ഉള്ളിൽ തന്നെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിലൂടെ വലിയൊരു സമാധാനം കടന്നു വരുവാനിടയായിട്ട് എല്ലാവരും ഒരു നിമിഷം എൻ്റെ കൂടെ ഇപ്പം ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, അവിടുത്തെ വിലയേറിയ തിരുരക്തം കൊണ്ട് ഞാൻ എൻ്റെ ശിരസ് മുതൽ പാദം വരെ എന്നെ തന്നെ ഞാനിപ്പോൾ മുദ്രയിടുന്നു. എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെയും എൻ്റെ ഈശോയെ അവിടുന്ന് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ ഇപ്പോൾ തന്നെ അത് നീക്കം ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആ തിരുരക്തം കൊണ്ട് അവിടുന്ന് ഞങ്ങളിപ്പോൾ കഴുകണമേ. ഞങ്ങളെ തന്നെ ഈശോയുടെ തിരുരക്തം കൊണ്ട് ഈ നിമിഷം മുദ്രയിടുന്നു. നിങ്ങളെല്ലാവരും വിഷ്വൽ ചെയ്ത് ഈശോയുടെ വിലയേറിയ തിരുരക്തം കൊണ്ട് നമ്മളെല്ലാവരും മുദ്രയിടപ്പെടുന്നത്. ഇറ്റ് ഈസ് എ ഹെവൻലി പ്രൊട്ടക്ഷൻ, സ്വർഗീയമായൊരു പ്രൊട്ടക്ഷൻ്റെ ലെയർ നമ്മുടെ ചുറ്റും ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ നമുക്ക് വേണ്ടി സ്വർഗം നൽകുകയാണ്. എഫേസോസ് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എഫേസോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഹല്ലേലൂയ. ഈശോയുടെ രക്തം ജയം എന്ന് പറഞ്ഞേ, ചിലപ്പോൾ നിങ്ങളൊരു ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത്, എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യം. എന്നോടൊരു സിസ്റ്റർ, സോഫിയ എന്ന സിസ്റ്ററിൻ്റെ പേര്, എന്നെ 10ാം ക്ലാസ്സിലൊക്കെ വേദപാഠം പഠിപ്പിച്ച സിസ്റ്ററാണ്. സിസ്റ്റർ എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാണ്. സിസ്റ്റർ പറഞ്ഞ്, അനീഷ് എക്സാമിന് പോകുമ്പം എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ ഒന്നെങ്കിൽ ഈശോ എന്ന് എഴുതി പോക്കറ്റിലിടുക, അല്ലെങ്കിൽ ഈശോയുടെ രക്തം ജയം എന്ന് പറയുക. യേശുവിൻ്റെ രക്തം ജയം ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ രക്തം ജയം, ഈശോയുടെ രക്തം ജയം. സിമ്പിളായിട്ടുള്ള കാര്യം, പക്ഷെ ഭയങ്കര പവറാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പുറത്ത് ഉള്ളിൽ പറഞ്ഞാലും മതി, ഈശോയുടെ രക്തം ജയം, ഈശോയുടെ രക്തം ജയം, ഈശോയുടെ രക്തം ജയം, ഈശോയുടെ രക്തം ജയം. ഇത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമ്മളെ സംരക്ഷിക്കും, സഹായിക്കും, വിടുതലുകൾ നൽകും. ദുഷ്ടാരൂപയുടെ എല്ലാം ഒന്നിനും അടുക്കാൻ പറ്റത്തില്ല. കാരണം യേശുവിൻ്റെ രക്തം അതിൻ്റെ മേൽ എല്ലാം വിജയം നേടിയ രക്തമാണ്. അപ്പോൾ ആ രക്തത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. എഫേസോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഹല്ലേലൂയ. എഫേസോസ് ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പോൾ ഈ ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. മറ്റുള്ളവരോട് ഈ വചനമൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് അവരോട് മനസ്സിലാക്കി കൊടുക്കണം. വി ഹാവ് ടു പ്രേ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് ആവശ്യകത എത്രമാത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, ഈശോയുടെ രക്തത്തിലൂടെ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പം രക്ഷ ലഭിക്കുന്നത്, സാൽവേഷൻ ഈസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഈശോ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിലൂടെയാണ് രക്ഷ ലഭിക്കുന്നത്. അപ്പം രക്ഷ ലഭിക്കുന്നത് എങ്ങനെയാ? ഈശോയുടെ തിരുരക്തത്തിലൂടെ. ഹല്ലേലൂയ. എത്രമാത്രം തിന്മകൾ നിറഞ്ഞതാണ് നമ്മളായിരിക്കുന്ന ഈ ലോകമല്ലേ. ഹൈന്ദവ സഹോദരങ്ങൾ പറയും ഇത് കലിയുഗമാണെന്ന് പറയും. എന്നാൽ ക്രൈസ്തവ വിശ്വാസ പ്രകാരം ഈ കാലഘട്ടത്തെ എന്താ പറയും? നമ്മൾ പറയും കൃപായുഗം എന്ന് പറയും. എന്താണ് കൃപായുഗം എന്ന് വെച്ചാൽ? കൃപായുഗത്തിൽ ദൈവം മേഴ്സിഫുള്ളായിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കും, എല്ലാവരെയും സ്നേഹിക്കുകയാണ്, എല്ലാവരോടും കരുണ കാണിക്കുകയാണ്. എന്നാൽ തിന്മകൾ ഒരുപാട് ലോകത്ത് വർദ്ധിക്കുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ എല്ലാവരെയും മാടി വിളിക്കുക, മക്കളെ, ഐ എം ഗിവിങ് എ ഗ്രേസ് പീരീഡ്.
ദൈവം സൈലന്റ് ആയിട്ട് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു സമയമാണ്. ഈ കാലഘട്ടത്തിൽ സുവിശേഷം, ദൈവം സ്നേഹമാകുന്നു എന്നുള്ള സന്ദേശം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആർക്കും കടന്നു വരാൻ ദൈവത്തിലേക്ക്. ദൈവം കണ്ണുനീരോടെ എല്ലാവരെയും വിളിക്കുവാണ്. എല്ലാവരും വിളിക്കുക, എല്ലാ മനുഷ്യരെയും വിളിക്കുക. എല്ലാവരുടെ അടുക്കലും സുവിശേഷത്തിന്റെ സന്ദേശം, ദൈവം ഇത്രമാത്രം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ള സന്ദേശം ദൈവം എത്തിക്കുവാണേ. ഈ കാലഘട്ടത്തിൽ ദൈവം ഈ ഭൂമിയിൽ വന്ന് നോർത്ത് നോക്കിക്കേ, മനുഷ്യൻ ദൈവത്തിന് കൊടുത്തത് എന്താ? കുരിശു മരണമാണ് അല്ലേ? അതിദാരുണമായി ദൈവം പീഡിപ്പിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ ഏറ്റവും പീഡനമേറ്റുകൊണ്ടുള്ള മരണം ദൈവം സ്വീകരിക്കുകയാണ് മനുഷ്യനെ പ്രതി. അതെല്ലാം നടന്ന ഈ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം ചിന്തിയ രക്തത്തിലൂടെ ഇന്ന് അവിടുത്തെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്ന ഓരോ വ്യക്തികളെയും സകല തിന്മകളിൽ നിന്നും, ഈ ഭൂമിയിൽ അൺലീഷ്ഡ് ആയിട്ടുള്ള എല്ലാ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദൈവം സംരക്ഷിക്കുകയും കുരിശിൽ ഇതേ ദൈവം നേടിയ വിജയത്തിന്റെ കീഴിൽ നമ്മൾ ആകുന്നതിലൂടെ ആ ദൈവത്തിന്റെ മഹത്വത്തിനുള്ളിൽ നമ്മൾ സംരക്ഷിക്കപ്പെടുകയും ദൈവം നമ്മളെ വഴി നടത്തുവാൻ ഇടയായിത്തീരുകയും ചെയ്യുന്നു ഈ ലോകത്ത്. അങ്ങനെ ദൈവത്തിൻ്റെ കരത്തിനുള്ളിൽ വഹിക്കപ്പെട്ടുകൊണ്ട് അനുഗ്രഹത്തിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്ന വിളിയാണ് ക്രിസ്തീയ വിളി. ഹല്ലേലൂയ, ഈശോയെ ആരാധന. എന്നോട് ഇനി രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പറയിപ്പിച്ചൊരു കാര്യമാണത്. എഫെസോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, ഈശോയുടെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. എത്ര വലിയൊരു മഹാഭാഗ്യമാണെന്ന് ഓർത്ത് നോക്കിക്കേ അല്ലേ? ഈശോയുടെ ആ തിരുരക്തത്തിലൂടെ ഇന്ന് നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ രക്ഷ ലഭിച്ച ഈശോയുടെ മക്കൾ ഈശോയുടെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടെ വലിയൊരു പവറുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു വാക്യം കൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അപ്പോൾ ഈശോയുടെ രക്തത്തിൽ നമ്മൾ കഴുകി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പവർ ഉണ്ടെന്ന് പറയാൻ കാരണം ഈശോയുടെ രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. അതായത് നമുക്ക് മോചനദ്രവ്യം, പാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമകളായിരുന്ന മനുഷ്യന് ദൈവം ഒരു മോചനദ്രവ്യം കൊടുത്തു. ആ മോചനദ്രവ്യം കൊടുത്തു എന്നുള്ള കാര്യം വിശ്വാസത്തിലൂടെ ഒരു വ്യക്തിയെ അതിനെ റിസീവ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു 1,00,000 രൂപ കടമുണ്ടെങ്കിൽ വേറൊരാൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു 10 കോടി രൂപ കൊടുത്തിട്ട് പറയുകയാണ്, ഈ വ്യക്തിയെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു വ്യക്തി ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശക്തി വെളിപ്പെടുന്നതിന് കാരണം എന്താ? അതാ എൻ്റെ ആത്മാവിന് ഈശോ കൊടുത്ത വിലയുടെ വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് ഈശോയുടെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണോ നമ്മളിപ്പോൾ അടിമപ്പെടുത്തുവാൻ നോക്കുന്നത്, അസ്വസ്ഥപ്പെടുത്താൻ നോക്കുന്നത്, ആ നിൽക്കുന്ന ദുഷ്ടാരൂപികൾക്ക് നമ്മുടെ മേൽ ഒരു ക്ലെയിമും ഇല്ലാതാക്കി ഈശോയുടെ രക്തം മാറ്റുകയാണ്. അതായത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ലോകത്ത് മുഴുവൻ തിന്മകൾ ഒത്തിരി അൺലീഷ്ഡ് ആയിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മൾ ഈശോയുടെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈശോ ചിന്തിയ രക്തത്തിൻ്റെ ശക്തി ഇറ്റ് ഈസ് മോർ പവർഫുൾ. 10,000 മടങ്ങ്, 1,00,000 മടങ്ങ് ശക്തമേറിയതാണ് ഈ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഷ്ടാരൂപികളെക്കാളും കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. ഇതൊരു വ്യക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവേ അങ്ങയുടെ രക്തത്തിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിന് പവർ മനസ്സിലാവുന്നുണ്ട്. ഈ സ്ക്രിപ്ചറിനകത്താണ് ഇതെല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. ഈ സ്ക്രിപ്ചർ വചനം നമ്മളോട് പറയുകയാണ്, ഈശോ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തിലൂടെയാണ് നമ്മുടെ വീണ്ടെടുപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ ഈ വചനം കേട്ടു, നിങ്ങൾക്കിത് മനസ്സിലായി. ഇന്ന് മുതൽ ഈശോയുടെ രക്തം ജയം എന്ന് നിങ്ങൾ പറയുമ്പോൾ തിരുരക്തത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. തിരുരക്തത്തിൻ്റെ ജപമാല ചെല്ലുമ്പോൾ ഈ തിരുരക്തത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ സ്ക്രിപ്ചറുകൾ വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തിരുരക്തത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. ഒരു എമർജൻസി സിറ്റുവേഷന് ചിലപ്പം ജപമാല എല്ലാനോ ഈ സ്ക്രിപ്ചർ എടുത്ത് വായിക്കാനോ സമയം കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങളുടെ വർക്കിലോ ലൈഫിൽ എവിടെയെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ഈശോയെ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു എന്ന് പറഞ്ഞാൽ മതി.
അല്ലെങ്കിൽ ആ സാഹചര്യത്തെ, ഈശോയെ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞാൻ ഈ സാഹചര്യത്തെ മുദ്രയിടുന്നു, ഈശോയെ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഈ എമർജൻസി സിറ്റുവേഷൻ, ചിലപ്പോൾ ഹോസ്പിറ്റലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈശോയുടെ തിരുരക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ തിരുരക്തത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അഭിഷേകം നമുക്ക് വേണ്ടി ആ സാഹചര്യത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അപ്പോൾ തന്നെ വെളിപ്പെടും. അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ മിടുക്ക് കൊണ്ടല്ല, ഈശോ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുകയാണ്. അപ്പം നമ്മളിവിടെ എളിമപ്പെടുകയാണ്. നമ്മൾ കർത്താവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലും തിരുരക്തത്തിൻ്റെ ശക്തിയിലും നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുന്ന നിമിഷം നമ്മളെ വീണ്ടെടുത്ത ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തി എല്ലാ കെട്ടുകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാൻ ഇടയായിത്തീരും. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പാപ സ്വഭാവമുണ്ട്, ഒരു വ്യക്തിക്ക് ഒരു തഴക്ക ദോഷമുണ്ട്, ഒരു വ്യക്തിക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. ഈശോ പറയും, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ ആവസിക്കുന്നത്. അപ്പോൾ ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ഈശോയുടെ തിരുരക്തം പ്രദാനം ചെയ്യുന്ന അഭിഷേകത്തിലൂടെ എല്ലാത്തിനെയും ഓവർകം ചെയ്യാനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ അങ്ങയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് ഞാൻ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. റോമാലേഖനത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത വചനം അതാണ്. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കാവേ. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം ഈശോ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. ലേറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ദയവായി തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത സ്ക്രിപ്ചറുകളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. കേൾക്കുകയും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യണം. കുടുംബത്തിലുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കണം. ഇപ്പം നമ്മൾ വായിക്കുന്ന വാക്യം റോമാലേഖനം അതിന് 5-ാം അധ്യായം 8-9 വാക്യമാണ്. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം. അപ്പം നമ്മൾ എങ്ങനെ നീതീകരിക്കപ്പെടുന്നത്? ഈശോയുടെ തിരുരക്തത്തിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീതീകരണം നമ്മൾ സംഭവിക്കണം. ആ നീതീകരണം ഓൾറെഡി ഈശോയുടെ തിരുരക്തത്തിലൂടെ സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മൾ റിന്യൂവലായിട്ട് ഓരോ ദിവസവും നമ്മൾ പരിശുദ്ധ കുർബാനയിലും മറ്റ് പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കുന്ന സമയങ്ങളിലൊക്കെ ഈശോയുടെ തിരുരക്തത്തിലൂടെ ഒരു റിന്യൂവൽ നമ്മൾ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ റിന്യൂവൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. കാരണം ഈശോയുടെ തിരുരക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട നാം ഈശോ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ എന്നാണ് വചനത്തിൽ പറയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിലും വട്ടവർ ഈശോയുടെ രക്തമെന്ന കവചത്തിനകത്തായിരിക്കുന്ന ഒരു വ്യക്തി ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ എന്ന് വചനം പറയുമ്പോൾ എത്രമാത്രം ഈശോയുടെ തിരുരക്തത്തിന് നമ്മളെ സംരക്ഷിക്കുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു വലിയ എന്താ പറയുന്നത്, ഡൈനാമിക് ആയിട്ടുള്ള ഒരു റലത്തെ പരിശുദ്ധാത്മാവ് ഇവിടെ ഈ വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ്. അപ്പോൾ ഈശോയുടെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെന്നത് തീർച്ചയാണ്, സുനിശ്ചിതമാണ് വചനത്തിൽ പറയുന്നത്. അപ്പം എന്തൊക്കെ അസ്വസ്ഥത, ഇപ്പം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ എന്തൊക്കെയോ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു, ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുകയാണ്, ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ രക്തത്തിൽ നിങ്ങളെ തന്നെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക, കഴുകി പ്രാർത്ഥിക്കുക. ഇപ്പം തന്നെ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ബിസിനസ് മേഖലയെ ഈശോയുടെ രക്തം കൊണ്ടൊന്ന് കഴുകിക്കേ. നിങ്ങളുടെ കുടുംബത്തെ ഈശോയുടെ രക്തം കൊണ്ടൊന്ന് കഴുകി പ്രാർത്ഥിച്ചേ. കഴുകി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ നിങ്ങളുടെ ഭവനം കഴുകപ്പെടുന്നു, മക്കൾ കഴുകപ്പെടുന്നു, ജീവിത പങ്കാളി കഴുകപ്പെടുന്നു. ഈശോയുടെ രക്തത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലേക്കും ദൈവികമായ ഒരു വിശുദ്ധീകരണം കടന്നു വരികയാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം ലേഖനം അതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ 7-ാം വാക്യമാണ്.
അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പം ഈശോയുടെ രക്തം നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താ? ഈശോയുടെ രക്തം നമ്മളെ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈശോയുടെ രക്തം നമ്മളെ വീണ്ടെടുത്തു, ഈശോയുടെ രക്തം നമ്മളെ നീതീകരിക്കുന്നു, ഈശോയുടെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു, ഈശോയുടെ രക്തം നമ്മളെ ദൈവിക സംരക്ഷണം നൽകുന്നു, ഈശോയുടെ രക്തം നമുക്കൊരു കവചമായി നിലനിന്നുകൊണ്ട് ക്രോധത്തിൽ നമ്മളെ രക്ഷിക്കുന്നു. ഈശോയുടെ രക്തം നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു. എഫേസസ് 1:7. എത്രമാത്രം പവർഫുൾ ആണ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇത്രയും വചനങ്ങളുടെ ഒരു സമാഹാരം, അല്ലെങ്കിൽ ഇത്രമാത്രം പവർഫുള്ളായ ഈശോയുടെ രക്തം എന്നുള്ള വെപ്പൺ ഏത് എമർജൻസി സിറ്റുവേഷനിലും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഏത് സമയത്ത് ഈശോയെ അങ്ങയുടെ രക്തത്തിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തം ജയം എന്ന് പറയുമ്പോൾ, ഈശോയുടെ തിരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത്രയും വചനത്തിൻ്റെ ശക്തിയും അഭിഷേകവും ഈശോ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിലൂടെയുള്ള വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആ സെക്കൻഡിൽ തന്നെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആഴങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ എല്ലാ സീക്രട്ട് ഇരിക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തിലാണ്. ആ വാക്യം ഒന്നും കൂടെ വായിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ സമയമുള്ളപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ എല്ലാം ഇരുന്ന് കേട്ട് എഴുതിയെടുത്ത് പറ്റുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാവരും ഇത് എത്തിക്കണം. ഈശോയുടെ തിരുരക്തത്തിൻ്റെ പ്രേക്ഷിതരായി നിങ്ങൾ മാറണം. ഈ ഒരു ജൂലൈ മാസം സാർവത്രിക സഭ ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ ലോകമെങ്ങും എത്തിക്കുവാൻ വേണ്ടി തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ, തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ടൊരു മന്താണ് അല്ലേ ഈ ജൂലൈ മാസം. അപ്പം നമ്മുടെ ഒരു മിഷനായിരിക്കട്ടെ ഈ ഒരു മാസം നമ്മളിപ്പോൾ കേട്ട ഈ വചനങ്ങളൊക്കെ അനേകരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് പ്രവർത്തിക്കാം. നിങ്ങൾ തന്നെ വീഡിയോസ് ചെയ്യുക, ലീഫ്ലെറ്റ്സ് അച്ചടിക്കുക, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഈ വചനങ്ങളെ ലോകം മുഴുവനും എത്തിക്കുക. ഹല്ലേലൂയ. വീഡിയോ ഷെയർ ചെയ്യുകയോ വചനങ്ങൾ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയെ ലോകം മുഴുവനും എത്തിക്കുവാൻ നമുക്ക് പ്രവർത്തിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി നമുക്ക് വേണ്ടി ഇടപെടും. കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഇടപെടും. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെ പ്രതിസന്ധികളുടെ മുൻപിൽ നിന്ന് അവർ കർത്താവിനെ പ്രഘോഷിക്കുമായിരുന്നു. അവർ കാലെടുത്ത് വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുക, വഴി തുറക്കപ്പെടുക. മോശ ഇസ്രായേൽ ജനത നയിക്കുന്ന സമയത്ത് മുൻപിൽ ചെങ്കടലും പുറകിൽ ഫറവോൻ്റെ സൈന്യവും നിൽക്കുക അല്ലേ. അപ്പം മോശ മുൻപോട്ട് വിശ്വാസത്തോടെ അങ്ങ് ഇറങ്ങി നിന്ന സമയത്ത് ചെങ്കടൽ പിളർന്നതുപോലെ ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ മുൻപോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ ഡെലിവറൻസ് ഈ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഈശോ ഒരു സന്ദേശം തരികയാണ്. അത്ഭുതകരമായ ഡെലിവറൻസ് ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ മുൻപോട്ട് ഇറങ്ങുമ്പോൾ അത്ഭുതകരമായ ഡെലിവറൻസ് നിങ്ങളുടെ ലൈഫിൽ ഈശോ നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കൊളോസസ് ലേഖനം 1:20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി, ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെയാണ് സമാധാനം സ്ഥാപിക്കപ്പെട്ടത്. അപ്പം ഈശോയുടെ രക്തത്തിൻ്റെ ശക്തി, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഫൈറ്റ്സ് നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടികൾ, പ്രശ്നങ്ങൾ, ഭവനത്തിൽ ഇഷ്യൂസൊക്കെ ഉള്ള വീട്ടിലുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശോയുടെ തിരുരക്തത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ പോരാടി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും കുരിശിൽ വെച്ച് നിരായുധമാക്കി തകർത്ത് തരിപ്പണമാക്കി വിജയം നേടിയ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായിത്തീരും. ഈ വചനങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഈശോയുടെ രക്തം തളിച്ച് കഴുകി പ്രാർത്ഥിക്കാം. ഈശോയുടെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും. ഇന്നാളൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഒരാൾ എന്നോട് മെസ്സേജ് ചോദിച്ചു, എങ്ങനെ ഈശോയുടെ രക്തം തളിക്കുന്നേ? ബൈ യൂസിങ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിലൂടെ ഈശോയെ അവിടുന്ന് ചിന്തിയ രക്തത്തെ ഞാൻ എൻ്റെ ഭവനത്തിൽ തളിക്കുന്നു. വിശ്വാസത്തിലൂടെ, കണ്ണുകളിലൂടെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളത് വിശ്വാസത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങൾ മുഴുവനും വ്യാപരിക്കും. നിങ്ങളുടെ വീട് മുഴുവനും ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടും. ഹെബ്രായ ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം
അതിൻ്റെ 22-ാം വാക്യം. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും ആ രക്തം അവൻ തെളിച്ചു. പഴയ നിയമത്തിൽ രക്തം തളിച്ചു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈശോയുടെ രക്തം ഇന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഭവനത്തിലേക്ക് വ്യാപരിക്കുവാനിടയായിത്തീരും. ഇപ്പം ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തെ നമ്മൾ കണ്ണുകൾ കൊണ്ട് വിഷ്വലായിട്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ നമുക്ക് പല അസ്വസ്ഥതകളും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അത് സ്പിരിറ്റ് തലത്തിലാണ് അത് സംഭവിക്കുന്നത്, ആത്മലോകത്താണ് നടക്കുന്നത്. അപ്പം നമ്മൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നതും ആത്മാവിൻ്റെ കണ്ണുകളിലൂടെ അത് കാണുക. നമ്മൾ ഈശോയുടെ രക്തം തളിച്ച് കഴുകി പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടാരൂപികൾക്ക് ആ സ്ഥലത്ത് നിൽക്കുവാൻ കഴിയാതെ അവർ നീങ്ങി മാറും. കാരണം ഓൾറെഡി ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഡിഫീറ്റഡ് ആണ്, പരാജയപ്പെട്ടവരാണവർ. നിങ്ങളിലൂടെ നിങ്ങൾ പോലും അറിയാതെ സ്പിരിട്രലം പോലും വിശുദ്ധീകരിക്കപ്പെടുകയാണ്, ആത്മലോകം പോലും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈശോയുടെ തിരക്തത്തിലൂടെ ഈ ഭൂമിയിൽ മാത്രമല്ല ആത്മലോകത്തിലും നമ്മുടെ ചുറ്റും മുഴുവനും വലിയ വിശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ലൈഫിൽ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഗോഡ് ഈസ് കോളിങ് യു ടു പ്രേ ദിസ് പ്രയർ. ഈ വചനം ഉപയോഗിച്ച് ഈശോയുടെ തിരുരക്തത്തിൽ കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടി, ഈശോ കുരിശിൽ രക്തം ചിന്തിയത് അത് ഉടമ്പടിയുടെ രക്തമാണ്. ഇതൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ദൈവം നമ്മളുമായിട്ട് ഇന്നൊരു ഉടമ്പടിയിലാണ്, രക്ത ഉടമ്പടിയിൽ. ഈശോയുടെ രക്തം എന്നുള്ളത് ഉടമ്പടിയുടെ രക്തമാണ്, ഉടമ്പടിയുടെ രക്തമാണ്. ആ ഉടമ്പടിയുടെ രക്തത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ രക്തം ദൈവത്തിൻ്റെ രക്തമാകയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും മഹത്വവും അവിടെ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈശോയുടെ തിരുരക്തത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകൾ സംഭവിച്ചേ പറ്റത്തുള്ളൂ. ഇത് 100% ഉറപ്പാണ്, ഇത് നടന്നിരിക്കും. നമ്മുടെ വിശ്വാസമാണ്. എബ്രായർ 11:1 പറഞ്ഞ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 19 വരെയുള്ള വാക്യങ്ങളെ. എബ്രായർ 10:19. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. അപ്പോൾ ഈശോയുടെ രക്തത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? ഈശോയുടെ രക്തത്തിലൂടെയാണ് നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, അതായത് ദൈവപിതാവിൻ്റെ സവിധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ധൈര്യം ലഭിക്കുന്നത്. മനുഷ്യരായ നമ്മൾ ഈശോയുടെ കുരിശുമരണത്തിലൂടെ ദൈവമക്കളായി ഉയർത്തപ്പെട്ടു. ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ് നടന്നത്. എന്നാൽ ഇന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും, ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ ഏറ്റക്കുറച്ചിലുകളും ബലഹീനതകളും ഒക്കെയുണ്ട്, കുറവുകളുണ്ട്. എന്നാൽ നമുക്ക് ധൈര്യം എങ്ങനെ കിട്ടുന്നത്? ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ഈശോയുടെ രക്തത്തിലൂടെ. വചനം നമ്മളോട് പറയുകയാണ്, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ട്, മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഇന്ന് ഈശോയുടെ രക്തത്തിലൂടെ പ്രാർത്ഥിക്കുവാൻ തിരുസഭ, സാർവത്രിക സഭ നിങ്ങളെ ഈ വചനത്തിലൂടെ വിളിക്കുകയാണ്. ഈ ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് ഈ സ്ക്രിപ്ചറുകൾ പരിചയപ്പെടുത്താം. ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മളെല്ലാവരുടെയും ലൈഫിൽ നിറയപ്പെടും. നമുക്ക് ഒരുമിച്ച് ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സായാഹ്ന വേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇത്രയും നേരം ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ച് പഠിക്കുവാനും ഇത്രയും വചനങ്ങൾ ഞങ്ങൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ നടുവിൽ സന്നിഹിതനാണല്ലോ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഏത് സമയത്തും ഞങ്ങൾക്ക് കവചമായി കർത്താവിൻ്റെ രക്തമുണ്ടെന്നുള്ള ബോധ്യത്തിൽ വളർന്നു വരുവാൻ ഇടയാക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാവരും
വലതുകരം ശിരസിലോട് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഈശോയെ അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഞാൻ എന്നെ തന്നെ എൻ്റെ ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ കരം സ്ക്രീനിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച്, ഈശോയെ ഈ മകനെ, ഈ മകളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈ നിമിഷം ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിൻ്റെ വലിയൊരു ശക്തി, അഭിഷേകം ഇപ്പോൾ തന്നെ ഈ മകനിലേക്ക്, ഈ മകളിലേക്ക് നിറയപ്പെടുന്നതിന് വേണ്ടി എൻ്റെ ഈശോയോട് ചേർന്ന് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും തൊടണേ കർത്താവേ. ഒരുപാട് അസ്വസ്ഥതകളും വിഷമങ്ങളും ഉള്ളിൽ ഒത്തിരി നൊമ്പരങ്ങൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന മക്കൾക്ക് വലിയൊരു ഫ്രീഡം ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിലൂടെ ഈ നിമിഷം ലഭിക്കുവാനിടയാകട്ടെ. ഈശോയുടെ നാമത്തിൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഓരോ മക്കളെയും തൊട്ടതിനായി നന്ദി, ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അമ്മ മാതാവിൻ്റെ ഹൃദയം ഒത്തിരി സന്തോഷിക്കുന്നൊരു നിമിഷമാണ് നമ്മൾ ഈശോയുടെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം. വലിയ അഭിഷേകം നമുക്ക് ലഭിക്കുന്ന ഒരു നിമിഷമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇനി പിൻപോട്ട് മാറി നിൽക്കരുത്. ഈ വചനം ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. നാളത്തെ ദിവസം ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ഒരു ക്ലാസ്സും ഒരു ടോക്കും ഒരു തിരുരക്ത പ്രാർത്ഥനയും അങ്ങനെ കുറേ റോസറിയും കാര്യങ്ങളൊക്കെ പള്ളിയിൽ ഒരു പ്രത്യേക ദിവ്യകാരുണ്യ ആരാധന ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിക്കുകയാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ സപ്പോർട്ട് മീ ത്രൂ യുവർ പ്രേയേഴ്സ്, ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത് വലിയൊരു അഭിഷേകത്തിൻ്റെ സമയമായി തീരട്ടെ. പലപ്പോഴും ഇംഗ്ലീഷുകാരുടെ ഇടയിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ അവരൊക്കെ ഈ സ്ക്രിപ്ചറുകളൊക്കെ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ അവരുടെ ഇടയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഈശോ കൊണ്ടുവരികയാണ്. നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥനയോടെ ഈ നാളുകളിൽ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാം. കർത്താവിൻ്റെ കൃപയും സമാധാനവും അവിടുത്തെ തിരുരക്തത്തിൻ്റെ ശക്തിയും നമ്മളെ സംരക്ഷിക്കുകയും പൊതിഞ്ഞു പിടിക്കുകയും ശക്തരാക്കുകയും ഈശോനെ പ്രഘോഷിക്കുവാനുള്ള സ്ഥൈര്യവും കൃപയും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ബ്ലെസ്ഡ് ആയെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് പരിചയപ്പെടുത്തുക. നിങ്ങൾ തന്നെ, എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കണം. നിങ്ങൾ തന്നെ വീഡിയോസ് ചെയ്യുക, നിങ്ങൾ തന്നെ ലീഫ്ലെറ്റുകളൊക്കെ ഈ ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ഈ ഒരു മാസം നമുക്ക് ചെയ്യുവാൻ ശ്രമിക്കാം. കാരണം കർത്താവ് അത്രമാത്രം വലിയൊരു വിലയാണ് നമുക്ക് വേണ്ടി കുരിശിൽ കൊടുത്തത്. അതിൻ്റെ ആഴങ്ങളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആരും മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നമുക്ക് ചെയ്യാം. അതിനായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദ ടൈം ടു ഗ്ലോറിഫൈ ഹിം ഇൻ അവർ ലൈഫ് ടൈം. ഓൾ ഗ്ലോറി ഗോസ് ടു ഗോഡ്. എല്ലാ മാനവും മഹത്വവും ഈശോയ്ക്ക് നൽകുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹാവ് എ ഗുഡ് നൈറ്റ്. ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിൽ നല്ലൊരു ഉറക്കം എല്ലാവർക്കും ദൈവം തരുമാറാകട്ടെ.